ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ടീച്ചേഴ്സ് രണ്ട് വിധമാണ്. ഒന്ന് അഥവാ അധ്യാപകന്മാർ രണ്ട് വിധമാണ്. ഒന്ന് വഹയിൻ്റെ ഇൽമ് പഠിപ്പിച്ചു തരുന്ന അധ്യാപകന്മാർ, മറ്റൊന്ന് സോക്രട്ടീസിൻ്റെ ഇൽമ് പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ. ഇവിടെ രണ്ടും അധ്യാപകന്മാരാണെങ്കിലും വഹയിൻ്റെ ഇൽമ് പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ അത് വല്ലാത്ത ഉന്നത സ്ഥാനീയരാണ്. എല്ലാവരെയും ആദരിക്കണം, പ്രത്യേകിച്ച് വഹയിൻ്റെ ഇൽമ് പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ ആദരിക്കണം. ആദരിക്കാഞ്ഞാൽ നമ്മുടെ ഇൽമിൽ ബറക്കത്തില്ല. ഇപ്പം കാണുന്ന എന്താ, തൻ്റെ ഉസ്താദ് 10-15 വർഷം തന്നെ പഠിപ്പിച്ച ഉസ്താദ് മറുചേരിയിലാണെങ്കിൽ ഒരു സ്ഥാനവുമില്ല. ഉസ്താദ് സ്റ്റേജിൽ കയറി ഉസ്താദിനെ ആക്ഷേപിക്കുന്നു. ചില ത്വരീക്കത്തുകാർ ഇതുപോലെ ഒരു സ്ഥിരം പരിപാടിയാണ്. തന്നെ പഠിപ്പിച്ച ഉസ്താദന്മാരെ പേര് വിളിച്ചിട്ടും നാട് പറഞ്ഞും അവരെ തെറ്റും കുറ്റവുമൊക്കെ പരസ്യമാക്കി ഉസ്താദന്മാരെ അവഹേളിക്കുന്ന ആളുകൾ. തൻ്റെ പാർട്ടി അല്ലെങ്കിൽ ഉസ്താദന്മാർക്ക് വിലയില്ലാത്ത കാലം. കേൾക്കി, ഹിക്കം 53-ാം പേജിൽ ഉഖൂഖുൽ ഉസ്താദീൻ ലാ തൗബത ലഹു. വഹയിൻ്റെ ഇൽമ് പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാർക്ക് അനുസരണക്കേട് കാണിക്കുക, അവരെ അടങ്ങാറാക്കുക, സ്റ്റേജമ്മക്കാർ അവരെ പരിഹസിക്കുക. ലാ തൗബത്തലോ, തൗബല്ല. വിഷയം തന്നെ അല്ലാഹു കാക്കട്ടെ. അവനാൻ്റെ പാർട്ടി അല്ലേ, നമ്മളെ റീലല്ലേ, നമ്മൾ മനസ്സിലാക്കിയതിലല്ലേ. എന്നാൽ ഒരു സ്ഥാനം കൽപ്പിക്കാത്ത ലോകമാണ് വളർന്നു വരുന്നത്. ശ്രദ്ധിക്കണം, ആക്കിബത്ത് മോശമാവും. അല്ലാഹു കാക്കട്ടെ. വഖാലു അയ്ളൻ മൻ ഖാല ലി ഉസ്താദിഹി, വല്ലവനും തൻ്റെ ഉസ്താദിനോട് പറഞ്ഞു, ഇഅ്തിറാദ് എന്നലക്ക്, ലിമ, എന്തിനു വേണ്ടി നിങ്ങളങ്ങനെ പറഞ്ഞു? സിയാദത്തുൽ ഇൽമിന് വേണ്ടി ചോദിച്ചു പഠിക്കലല്ല. ഇഅ്തിറാദ് നാക്കുകൊണ്ടോ ഖൽബ് കൊണ്ടോ ഉള്ള ഇഅ്തിറാദ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫഇന്നഹു ലാ യുഫ്ലിഹു, പിന്നെ വിജയിക്കുനോ, കെട്ടുപോകും. ഉസ്താദ്മാരോട് പറയാ, ഇജ്ജ് പഠിപ്പിച്ചെടുത്തോ. ശ്രദ്ധിക്കണം. അല്ലാഹു തആല മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും ഗുരുത്വ പൊരുത്തം നേടുന്നവരിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തി